ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഐ ഗോട്ട് ടു ബി എ പാർട്ട് ഓഫ് എ മൂവി. എൻ്റെ ഒരു സിനിമ കഥ എന്നൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോൻ്റെ എന്താ പറയുക, ഇന്നത്തെ ഒരു വീഡിയോ അതിനെ പറ്റിയിട്ടായിരിക്കും. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് വൺ ഫോർ യു ആസ് വെൽ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുമ്പേ എനിക്കറിയാം ഇപ്പം നമ്മുടെ വയനാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മളൊന്നും അത്ര ഒരു നല്ലൊരു സുഖമുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെറിയ സഹായമായാലും നമുക്കത് ചെയ്തു കൊടുക്കാം. അതിപ്പം മോണിറ്ററി ബെനിഫിറ്റ്സ് ആയാലും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലായാലും നമ്മളെ കൊണ്ടാവുന്ന ചെറിയ പങ്ക് അത് നമുക്കും ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിക്കുള്ള സഹായങ്ങളായാലും അത് ചെയ്യുക. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് അല്ലെങ്കിൽ കഥയുടെ സാരാംശം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രൗഡായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. എനിക്കൊരു മൂവിയുടെ ഒരു ചെറിയൊരു ഭാഗമാവാൻ പറ്റി. ഇതിപ്പോൾ പറയുമ്പോൾ മറ്റേ ബ്രഹ്മാണ്ഡ പടമോ അല്ലെങ്കിൽ കുറേ ആൾക്കാർ അറിയുന്ന പടം പോലും ആയിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ചെയ്ത ഒരു എനിക്കും എന്നെ അറിയുന്ന ആൾക്കാർക്കും അറിയാം ഞാൻ ആ ഒരു മൂവിയിൽ പാർട്ടായതെന്നുള്ളത് എനിക്ക് എത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ അതിലേക്ക് വന്ന കഥയൊക്കെ ഞാൻ വിചാരിച്ചു പറയാം. ഇപ്പം അഥവാ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച് ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെയും കൂടി ഒന്നും അറിയിക്കാമല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാനിഷ്ടം അല്ലെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും തരക്കേടില്ലാത്ത കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയത് അഭിനയത്തിൽ മാത്രമാണ്. അപ്പോൾ അഭിനയം എന്ന് പറയുമ്പം എന്താ പറയുക ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ അഭിനയിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെൻ്റെ അമ്മ എന്തായാലും സമ്മതിച്ചിരും. കാരണം ഞാൻ എന്ത് കള്ളത്തിന് പറയുമ്പോൾ അതത്ര കൺവിൻസിങ് പവറോട് കൂടിയിട്ടാണ് പറയുക. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഞാൻ എന്തെങ്കിലും കഥ മീൻസ് കള്ളത്തരം കഥ വരെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ അങ്ങനെയൊക്കെ വിജയിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് ആക്ടിങ്ങിലൊരു എന്താ പറയുക ഒരു ഭാവി ഉണ്ടെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മൾ വളർന്ന് വലുതാകുന്ന സമയത്തൊക്കെയാണ് ഈ ടെക്നോളജിയൊക്കെ വലുതായി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക ഒരു ഭാഗ്യം പോലെ എനിക്ക് കിട്ടിയത് ഒരു അവസരമായിരുന്നു ഈ ഡബ് സ്മാഷ്, മ്യൂസിക്കലി, ടിക്ടോക്ക് എന്നൊക്കെ പറയുന്ന സംഭവം. എനിക്ക് തോന്നുന്നു 2018 ഈ മ്യൂസിക്കലിയും ടിക്ടോക്കും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ട്രെൻഡായിട്ടുള്ള കാര്യങ്ങളിനേക്കാളും കൂടുതൽ എനിക്ക് ലിപ്സിങ്ക് ചെയ്യുക, അഭിനയിക്കുക, സീൻ അഭിനയിക്കുക. കാരണം ഞാൻ ഒരുപാട് സിനിമ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് മൂവി ഡയലോഗ്സ് ഒക്കെ ബൈ ഹാർട്ടായിരുന്നു. അത് ചെയ്യാനും അതിനകത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഇടാൻ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. കാരണം എനിക്ക് മൂവി എന്ന് പറയുന്നത് അത്രയ്ക്കും പ്രാന്തായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അഭിനയിച്ചൊക്കെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു, കുട്ടേട്ടൊക്കെ ഇവക്ക് പ്രാന്താണോ നീ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പം അതൊക്കെയായിരുന്നു എനിക്ക് സിനിമയോടൊരു ഇഷ്ടമുണ്ട് എന്ന് ഞാൻ തന്നെ അറിയുന്ന ഒരു ടൈം. പക്ഷേ നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ഒരു നാട്ടുമ്പുറം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനും ഈ നാട്ടിൽ വളർന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സിനിമയിലേക്ക് വരും എന്നുള്ള നമുക്ക് ആഗ്രഹമുണ്ട്, ഒരു സിനിമാ നടി ആയാലോ എന്നൊക്കെ. പക്ഷെ ഒരിക്കലും നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയായിരുന്നു, ഇപ്പോഴും ആണ്. ഒരു സമയം 2019 ഐ തിങ്ക് ഇന്റേൺഷിപ്പിൻ്റെ സമയത്തായിരുന്നു തോന്നുന്നു. ഇതുപോലെ ഞാൻ മ്യൂസിക്കലി അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ആയി തോന്നും. മ്യൂസിക്കലി അപ്ഗ്രേഡ് ചെയ്തത് ടിക്ടോക്കായി. അപ്പോൾ ടിക്ടോക്കിൽ ഈ പറയുന്ന പോലെ ഞാൻ മൂവീസിൻ്റെ സീൻസൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ 1-2 ക്ലിപ്പിങ്സ് ഒക്കെ സിജു വിൽസൺ എന്ന് പറയുന്ന ആക്ടർ സിജു ചേട്ടൻ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റയിലൊരു DM അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുന്നത് ഈ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഈ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിന് മാത്രമല്ല ബ്ലൂ ടിക്ക് വരുന്നത്. നമുക്ക് ബ്ലൂ ടിക്ക് വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൻ്റെ മെസ്സേജ് ആയിരിക്കും എന്നുള്ളത്. ഞാൻ എടുത്തു നോക്കുമ്പം സിജു വിൽസൺ എന്ന് പറയുന്ന ആക്ടറിൻ്റെ മെസ്സേജ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഇങ്ങനൊരു മൂവി ഉണ്ട്, ഞാൻ കുട്ടിയുടെ 1-2 വീഡിയോസ് കണ്ടു, അഭിനയിക്കാൻ ഇങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഈശ്വരാ ദൈവമേ മറ്റേ എന്താ പറയുക മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയൂലേ, ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല.
ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവില്ല സിനിമേനെ പറ്റി ഒന്നും അറിയാത്തൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവും സിനിമ അത് വേണ്ട. എൻ്റെ അമ്മേനടക്ക് ഞാൻ ആദ്യമൊക്കെ പറയുമ്പോൾ പറയും സിനിമയിലൊന്നും അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണമൊന്നും കഴിക്കുമ്പോൾ നല്ല വീട്ടിൽ നിന്നൊന്നും ചെക്കനെ കിട്ടൂല, അല്ലോ അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. പിന്നെയുള്ള ഡയലോഗായിരുന്നു കല്യാണം കഴിച്ചിട്ട് ചെക്കൻ ഇഷ്ടമാണ് ഇനി സിനിമയിലോ സീരിയലിലോ എന്തെങ്കിലും അഭിനയിച്ചു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ മതി, കാരണം സിനിമയിൽ അഭിനയിക്കാറ്. പക്ഷെ എന്നിരുന്നാലും കല്യാണത്തിനൊക്കെ മുന്നേ ആയിരുന്നു എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ അത്ര ഒരു നല്ല സ്പേസിലും ആയിരുന്നില്ല. എനിക്ക് കോളേജിലായാലും എന്താ പറയുക ഇൻറ്റേൺഷിപ്പിൻ്റെ അതിൻ്റെതായൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഐ വാസ് നോട്ട് ഗോയിങ് ത്രൂ എ വെരി ഹാപ്പി സ്പേസ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് എനിക്കിത് ചെയ്യണം എന്നുണ്ട്, പക്ഷെ എനിക്ക് നോവും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ സിറ്റുവേഷൻ ഞാൻ ആരോട് ചോദിക്കണം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിച്ചുവേട്ടൻ പറഞ്ഞു ഓക്കെ ഞാനെന്നാൽ ഡയറക്ടറായിട്ട് കണക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് വീട്ടുകാരോട് പറഞ്ഞില്ല, ആരോടും പറയാതെ ഞാനിങ്ങനെ ടീച്ചർ എനിക്കിത് ചെയ്യണം എന്നുള്ള ഒറ്റൊരു ആഗ്രഹമായിരുന്നു. കാരണം നമുക്കറിയാം സിനിമയിലൊക്കെ എന്ന് പറയുന്നൊരു ചാൻസ് എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല. അപ്പോൾ വന്നു കയറിയ മഹാലക്ഷ്മിയെ കാലുകൊണ്ട് ചവിട്ടിക്കളയരുതല്ലോ. അപ്പം ഞാനത് ഓക്കേ എന്നും പറഞ്ഞു. പക്ഷെ ഞാനിത് ആദ്യം പറയുന്നത് എൻ്റെ ഏച്ചീനോടാണ്. അപ്പോൾ ഏച്ചി അന്ന് എറണാകുളത്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഏച്ചിനോട് പറഞ്ഞപ്പോൾ ഏച്ചി പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടോ, നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നിന്നെ കൊണ്ട് തോന്നുന്നുണ്ടോ, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നീ നോക്ക് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരനെ ചിലപ്പോൾ തല്ലിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എന്തൊക്കെയോ ഉഡായിപ്പ് പറഞ്ഞിട്ട് ഞാനിത് ചെയ്യാന്നുള്ളൊരു ഡെസിഷനിലെത്തി. അപ്പോൾ അതിനു മുമ്പ് ഈ പറയുന്നുണ്ട് എനിക്കങ്ങനെ നേരിട്ട് പോയൊരു ഓഡീഷൻ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും നേരം പടം എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പേരല്ലേ ഇന്നു മുതൽ എന്ന് പറയുന്ന ഒരു മൂവിയിലാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. സിജു വിൽസൺ, ഞാൻ, പിന്നെ സൂരജ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുള്ള ഒരു മൂവിയായിരുന്നു. രജീഷ് മിഥില എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് സിനിമയുടെ ഒരു ഓഡീഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എനിക്ക് മൂവിയുടെ ഒരു ചെറിയൊരു സീന് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അയച്ചു തന്നു. അത് ഞാൻ ചെയ്തു, വീഡിയോ അയച്ചു കൊടുത്തു. പിന്നെ എല്ലാം പട്ടപ്പട്ടയെന്നായിരുന്നു. എൻ്റെ സ്ക്രീനിങ് ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ എന്താ പറയുക ഇന്ന ഡേറ്റിൽ ഷൂട്ട് തുടങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. എനിക്ക് മൂവിയുടെ ഒരു ചെറിയൊരു സിനോപ്സിസ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ വീട്ടിലത്യാവശ്യം ഡൈപ്പൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊച്ചിയിൽ പോയി. അപ്പോൾ എൻ്റെ ചേച്ചി കൊച്ചിയിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ പോയി. അങ്ങനെ എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മൂവി സെറ്റ് കാണുന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. എൻ്റെ കയ്യും കാലൊക്കെ വരുന്ന പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് ചെയ്യണോ, എന്നെക്കൊണ്ട് പറ്റുമോ, ഇത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്യാമറ കണ്ടപ്പോൾ തന്നെ അങ്ങ് അഭിനയിച്ചങ്ങോട്ട് തകർത്തിട്ടൊന്നുമില്ല. ഞാൻ മറ്റേ ഏതോ സിനിമയിൽ മറ്റേ എന്താണ് തലയണ മന്ത്രത്തിലല്ലേ എന്തോ ഒരു ശ്യാമള എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ മറ്റേ ശ്രീനിവാസൻ്റെ. അപ്പോൾ അതിനകത്ത് പറഞ്ഞല്ലേ ക്യാമറ കട്ട് ആക്ഷൻ, അതുപോലെ അവിടെ ആക്ഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഡയലോഗൊക്കെ പറയും. അപ്പോൾ വീണ്ടും റീടേക്ക് പോവും. പിന്നെ എന്നോട് പകുതിക്ക് മറന്നു പോവും. പിന്നെ കുറേ അത് ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് മറ്റേ ക്വീൻസ് വേയോ അങ്ങനെ പറഞ്ഞിട്ട് കൊച്ചിയിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഫസ്റ്റത്തെ ഒരു സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ പോകുന്ന ആൾക്കാർ നോക്കുന്നു, കുറേ ആൾക്കാർ നമ്മൾ നോക്കുന്നു. നമ്മൾ ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ വീട്ടിലിരുന്നൊരു ക്യാമറയിൽ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അതല്ലാതെ കുറേ ആൾക്കാർ നമ്മളെ നോക്കി ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഷ്യസ്നെസ് വരും. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായൊരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 5-6 ടേക്കൊക്കെ ആയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അന്ന് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് എനിക്കൊന്നൊരു 2 വീക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. എൻ്റെ ഒരു എന്താ പറയുക അഭിനയിക്കുന്ന ഒരു സമയത്ത് എൻ്റെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് സിജുവേട്ടൻ തന്നെയായിരുന്നു. ആള് ഒരു അത്യാവശ്യം റിനൗൺസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ആൾ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ന് പറയുന്ന ഒരു ന്യൂ കമ്മറാണ്. ഈ പറഞ്ഞ ടിക്ടോക്കിലൊക്കെ അഭിനയിച്ചൊരു സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സിനിമ എന്താണെന്നറിയില്ല, അഭിനയിക്കുന്നത് എന്താണെന്നറിയില്ല. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റ് ഓഫ് കോൺഫിഡൻസ് ഒക്കെ തന്നത് സിജുവേട്ടനായിരുന്നു. പുള്ളിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഗൈഡൻസ് ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു മൂവി ജേണി അത്രയും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന. ഹി വാസ് എ വെരി ഗുഡ് കോ സ്റ്റാർ. എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞു, കൊച്ചിയിൽ കഴിഞ്ഞു. പിന്നെ അവർക്ക് പുറത്ത് വിട്ട് എനിക്കൊന്ന് ഉത്തർപ്രദേശ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നോർത്തിൽ പോയിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു വീണ്ടും എൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നത്.
അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് എന്താ പറയുക, കോവിഡ് വന്നു. 2019 എൻഡിലായിരുന്നു ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നോർത്തിൽ പോയി അത് ചെയ്തു തിരിച്ചു വരുന്നപ്പോഴേക്കും കോവിഡായി, ലോക്ക്ഡൗൺ ആയി. മൂവി ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതായി. ഓൾമോസ്റ്റ് ഒരു 8 months പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ എല്ലാവരും പതിയെ പതിയെ നമ്മൾ ബാക്ക് ടു ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആക്ടേഴ്സിനെ ബാക്കിയുള്ള എല്ലാവരെയും എന്താ പറയുക ഒരുമിച്ച് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സോങ്, പിന്നെ എൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ ഉള്ള ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് ആ സിനിമ എന്താ പറയുക അവരെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ZEE5 എന്ന് പറഞ്ഞ ഒരു OTT പ്ലാറ്റ്ഫോമിൽ അവർ റിലീസ് ചെയ്തു. ഇപ്പം ഞാൻ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ നിന്നെ എന്നെ കാണാൻ കൂടി കിട്ടുന്നില്ല, ആ സിനിമയിൽ നീ ഉണ്ടോ എന്നൊക്കെ അവർ എന്നോട് ചോദിക്കും. കാരണം വളരെ കുറച്ച് പോർഷൻസിൽ മാത്രമേ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു അടിപൊളി സംഭവമായിരുന്നു എൻ്റെ ലൈഫിൽ. ഒരു മൂവിയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടാത്തൊരു ചാൻസ്. അത് ചെറുതാണെങ്കിൽ പോലും എന്നെ കളിയാക്കിയിട്ട് ആൾക്കാർ പറയും അതിന് നിന്നെ അതിനകത്ത് 10 സെക്കൻഡ് പോലും കാണുന്നില്ലല്ലോ എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും ഉള്ളിൽ. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പോൾ ആ ഒരു ചെറിയൊരു 10 സെക്കൻഡ് ആണെങ്കിലും ഞാൻ കുറേ നടന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ എൻ്റെ ഒരു സിനിമ എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. പിന്നെ പോരാത്തതിന് എനിക്ക് ഓരോ തവണ സെറ്റിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവിടുത്തെ ഫുഡാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ആക്ടേഴ്സും ഇങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൈക്ക് സെറ്റിലെ ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ അതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതും ഞാനിങ്ങനെ സെറ്റിൽ പോകുന്നത് തന്നെ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനൊരു സിനിമാ നടി ആയതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് ഒരു കോമഡി സെറ്റയർ ഫിക്ഷണൽ ഒരു ജോണറിൽ വരുന്നൊരു പടമാണ്. ZEE5 എന്ന് പറയുന്ന ആപ്പ് നിങ്ങളുടെ എന്താ പറയുക ഫോണിലും TV വിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം. എനിക്ക് ഭയങ്കര 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 എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണത്. ഞാൻ വിചാരിച്ച പോലെയൊന്നും ആയി തീർന്നില്ല, പക്ഷേ എന്തായാലും എനിക്ക് അതിൻ്റെ ഭാഗമാവാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നു മുതൽ എന്ന് പറയുന്നൊരു മൂവി അത് റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിൽ. യാനേ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് യോഗി ബാബു, ഉർവശി അങ്ങനത്തെ ആൾക്കാരൊക്കെ അഭിനയിച്ചിട്ട്. സോ അതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പടം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാണാത്ത ആൾക്കാർ ഒരു തവണയൊക്കെ കാണാൻ പറ്റിയൊരു ഒരു കുട്ടി പടമാണ്. ഒരു നല്ല സോങ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ കാണുക. സോ അത്രക്കേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു സിനിമാ കഥ. ആ മൂവിയുടെ സെറ്റിൽ നടന്ന ഇതും വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ എൻഡിൽ കൊടുക്കാം. പിന്നെ അതിനകത്ത് ഉള്ള ഞാൻ പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്യുക. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇത് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു മെമ്മറീസിലേക്ക് വീണ്ടും പോകുമ്പം എനിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഇത് വരുന്നുണ്ട്. സോ എന്നെങ്കിലും നമുക്ക് ഇനിയൊരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് ദൈവം തരട്ടെ. ഇന്നു മുതൽ എന്ന് പറയുന്നത് it'll always be it'll hold a very special place in my heart. And I'm thankful എന്താ പറയുക ദൈവത്തിനോടും യൂണിവേഴ്സിനോടും ചേട്ടനോടും രജി ചേട്ടനോടും ഒക്കെ ഞാൻ എന്നും എന്താ പറയുക കടപ്പെട്ടിരിക്കും എനിക്ക് ആ ഒരു ചാൻസ് തന്നതിൽ. സോ ഇറ്റ് ഫെൽ ഗുഡ് ബീങ് എ പാർട്ട് ഓഫ് ദറ്റ് മൂവി. അപ്പോൾ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അഭിനയിച്ച് തകർക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല, ആ ഒറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ. Toodles.